ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന പാലക്കാട് സെറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ മെറ്റീരിയൽസ് ഉണ്ടെന്നോ അല്ല എന്താ പറയുക അതിൻ്റെ ക്വാളിറ്റി പറ്റിയെന്നൊക്കെ നമ്മൾ വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാലേ നമുക്ക് പുതിയ മെറ്റീരിയൽസ് വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കുറേ മുൻപ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു നെക്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു സാധനം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ അവർ എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. ഇപ്പോൾ പുതിയ 2 ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയെന്നില്ല നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ പക്ഷേ അതിന് ഇങ്ങനത്തെ ലോക്കറ്റ് വരുന്നില്ല, ലോക്കറ്റ് ഇല്ലാതെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു ബോക്സേ പൊട്ടിച്ച് നോക്കിയിട്ടുള്ളൂ. പിന്നെ വൈറ്റ് മാത്രമായിട്ട് വരുന്നുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ഡബിൾ കളർ വരുന്നതാണ് കേട്ടോ, അതായത് മെറൂണ് ഗ്രീന് അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റേത് കമ്മലാണ് കേട്ടോ, സ്റ്റഡാണ് 2 കളർ. അതേപോലെ തന്നെയാണ് നമുക്ക് സ്റ്റോണും വരുന്നത് കേട്ടോ. ഒന്ന് മെറൂണ് ഒന്ന് ഗ്രീന് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. മെറൂണ് ഗ്രീനി ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ പേര് പറഞ്ഞാൽ മുല്ലമുട്ട് സെറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മുല്ലമുട്ട് സെറ്റ് ബോക്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നോട് അവർ പറഞ്ഞിട്ടുള്ളത് മുല്ലമുട്ട് സെറ്റ് ബോക്സ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ ഒരു ബോക്സ് പൊട്ടിച്ച് നോക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ തന്നെ ഇങ്ങനത്തെ ബാക്ക് ചെയിൻ വരുന്നുണ്ട്, അതായത് സെൻറ്ററിലെ ലോക്ക് വന്നിട്ടുള്ള ബാക്ക് ചെയിൻ ഇത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ നമുക്ക് എന്താ സ്റ്റോണ് ചിലതിൻ്റെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ബേജാറാകണ്ട, കാരണം അത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാനുള്ളതേ ഉള്ളൂ. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇത്രയും ട്രാവൽ ചെയ്തിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ വാങ്ങുന്നിടത്തൊന്നും പിന്നെ വേറെ അവർക്ക് ഇവിടെ നിന്നൊക്കെ കിട്ടുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് സ്റ്റോൺ പറഞ്ഞാൽ അല്ലാതെ എത്ര ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ചിലതൊക്കെ സ്റ്റോൺ അടർന്ന് പോകലുണ്ട്. പക്ഷേ ഇതൊക്കെ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെയാണ്, കാരണം ബോക്സ് ഏതും പൊട്ടിയിട്ടില്ല, ഒക്കെ അവരങ്ങനെ തന്നെ വെച്ച് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്താ വെച്ചാൽ എക്സ്ട്രാ നമുക്ക് അതിൻ്റെ നമ്മൾ ബാക്ക് ത്രെഡോ ഒക്കെ ഉപയോഗിക്കണം. ഇത് ആ പ്രശ്നം വരുന്നില്ല കേട്ടോ. ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഏത് മൈക്രോ ആണെങ്കിലും അതുപോലെ തന്നെ ഏത് പ്ലേറ്റിനാണെന്നുണ്ടെങ്കിലും ചില ആൾക്കാരെ വിയർപ്പ് തട്ടിയാൽ പെട്ടെന്ന് ഫെയ്ഡാവും. അത് അവരുടെ ശരീരത്തിനുള്ള പ്രശ്നമാണ്. അത് ഗോൾഡ് ആണെങ്കിലും ചിലർക്ക് വെള്ളി ഇട്ടാലൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അത് ഏത് കടക്കാരും നമുക്ക് ഉറപ്പ് തരുന്നതല്ല കേട്ടോ. സ്വർണ്ണമല്ലാതെ ഏതും നമുക്ക് അങ്ങനെ ഉറപ്പ് തരില്ല. ഞാൻ 3-4 പേരോട് ചോദിച്ചതാണ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ എൻ്റെ കൂടെ തന്നെ ഒരാൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നിടത്ത് വന്നിട്ടുണ്ട്, കാരണം ആൾക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട്. പിന്നെ മഴയുണ്ട്, ചെറുതായിട്ട് ഇവിടെയൊക്കെ മഴയുണ്ട്. ഇപ്പോൾ മഴ പെയ്താൽ തന്നെ പേടിയാണ് അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ വെളിച്ചം ഉണ്ടാവില്ല, അല്ലെങ്കിൽ മഴയായിരിക്കും. അപ്പോൾ രണ്ടും ഒരു തക്കം കിട്ടിയപ്പോൾ എനിക്കൊരു പറ്റിയ സമയത്ത് ഞാൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. മോളുറങ്ങുമ്പോഴത്തേന് ചിലപ്പോൾ മഴ പെയ്താൽ ഇരുട്ടാവും. അപ്പോൾ ഇത് വരുന്നുണ്ട്, ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. ഈ സെറ്റാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബാക്ക് ചെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ കാറ്റലോഗ് അപ്ഡേഷൻ ചെയ്യാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ പറയാം. അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോയിൽ തന്നെ നമ്മൾ റേറ്റ് പറയാറുണ്ട്, പക്ഷേ ഇനി മുതൽ അങ്ങനെ പറയുന്നില്ല. കാരണം എന്താണെന്നില്ലേ ഞാൻ പറയാം കേട്ടോ. കാരണം നമ്മൾ ഒരു പ്രാവശ്യം എടുക്കുന്നത്, നമ്മൾ 3-4 ആൾക്കാരെ കയ്യിൽ നിന്ന് സാധനം എടുക്കുന്നത്. അപ്പോൾ ഒരാളടുത്തുള്ള റേറ്റ് ആയിരിക്കില്ല മറ്റൊരാളുടെ കയ്യിലുള്ള റേറ്റ്. അപ്പോൾ അങ്ങനെ ഡിഫറൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരാളെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അർജൻറ്റ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരാളെ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ അവർക്ക് രണ്ട് റേറ്റാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതുകൊണ്ട് ഇനി റേറ്റ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. കാരണം ഈ വീഡിയോ ചിലപ്പോൾ നമ്മൾ ആളുകൾ കാണുന്നത് കുറേ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ആ റേറ്റ് തന്നെ ആയിരിക്കും കരുതിയിട്ട് അവർ വീണ്ടും ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ റേറ്റ് കാറ്റലോഗിൽ അപ്ഡേഷൻ ചെയ്യാം. പിന്നെ ഒരു കാര്യം, ചില ആളുകളുണ്ട് ഇതിനൊക്കെ എത്ര റേറ്റോ എന്ന് പറഞ്ഞിട്ട് പോകും, ബില്ലാക്കാൻ പറയും. നമ്മളില്ലാത്ത സമയം വെച്ചിട്ട് ബില്ലാക്കിയിട്ട് വിടും. പിന്നെ അവരെ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല. അപ്പോൾ അവർ ചിലപ്പോൾ വാങ്ങാൻ തന്നെ കരുതിയിട്ടുണ്ടാവില്ല. എല്ലാവർക്കും ക്യാഷ് നോക്കിയിട്ടായിരിക്കും വാങ്ങുന്നത്, അവരെയും കുറ്റം പറയല്ല. പക്ഷേ നിങ്ങൾ വാങ്ങുന്ന ഉറപ്പില്ലവരാണെങ്കിൽ മാത്രം എന്നോട് ബില്ലാക്കാൻ പറയാം. കാരണം ഞാൻ നേരമില്ലാത്ത ആൾക്കാരുടെ എൻ്റെ കയ്യിൽ നിന്ന് സ്ഥിരം വാങ്ങുന്ന ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ബില്ലാക്കി കൊടുക്കാൻ ടൈം എടുക്കുകയാണ്. നിങ്ങൾക്കും എനിക്കൊക്കെ ഒരേ സമയം തന്നെയാണുള്ളത്. ഈ സമയമില്ലാത്ത സമയത്ത് വെച്ചാണ് ഞാൻ ഈ ബില്ലാക്കി എഴുതിയിട്ട്, കാരണം കാറ്റലോഗിൽ ആഡ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ചിലതൊന്നും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ചിലപ്പോൾ അതേ പീസ് ഉണ്ടാകണമെന്നില്ല. ആ പീസ് എനിക്ക് ഇപ്പോൾ 10 പീസ് പറഞ്ഞിട്ട് 10 പീസ് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം എനിക്ക് ബില്ലാക്കാൻ. ഇത് നമ്മൾ തപ്പിപ്പിടിച്ചിട്ട് ബില്ലാക്കിയിട്ട് വരുമ്പോൾ അവരെ പിന്നെ യാതൊരു അഡ്രസ്സും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ദയവ് ചെയ്തിട്ട് ഇപ്പോൾ എടുക്കുന്നില്ല, ആക്കം പോലെ ബില്ലാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ആക്കം പോലെ നോക്കുന്നത്, അർജൻറ്റുള്ള ആൾക്കാർക്ക് കാര്യം നോക്കിക്കോളാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഡബിൾ ഷെയ്ഡ് കളർ വരുന്നത് 1 2 3 4 ബോക്സ് സെറ്റ് വരുന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഫുള്ള് ഗ്രീൻ, ഇത് ഫുള്ള് ഗ്രീനാണ്, ഇത് ഡബിൾ ഷെയ്ഡ് അല്ല കേട്ടോ. ഫുള്ള് ഗ്രീനാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിന് മെറൂണില്ല, ഫുള്ള് ഗ്രീനാണ് ഇത് വന്നിട്ടുള്ളത്. ഗ്രീന് മാത്രമുള്ളത് നമുക്ക് 2 ഷെയ്ഡാണ്, 2 ബോക്സാണുള്ളത് കേട്ടോ. 2 അല്ല, 1 ബോക്സേ ഉള്ളൂ.
ഞാനിതിൽ ഓടി ഞാൻ മെറൂൺ കാണാനില്ല, അതുകൊണ്ട് ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് കണ്ടിട്ട് തോന്നി ഇത് ഓടി മെറൂൺ കണ്ടില്ല. പിന്നെ വൈറ്റ് ബോക്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഇതും വൈറ്റാണ് കേട്ടോ, ഫുള്ള് വൈറ്റാണ് വരുന്നത്. പക്ഷേ ഈ വൈറ്റിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിലും ചിത്രം ഇത് തന്നെ ആയിരിക്കും കേട്ടോ, വൈറ്റ് ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ നമ്മൾ കാറ്റലോഗിൽ അപ്ഡേഷൻ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളിത് ലോക്കറ്റ് സൈസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ പേൾ ടൈപ്പേ ഉള്ളൂ കേട്ടോ. അതിൽ എന്താ പറയുക, ബാക്ക് ചെയിനൊന്നും ഇതിലില്ല, പേൾ ടൈപ്പേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇതൊറ്റ ബോക്സേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ മെൻഷൻ ചെയ്യാം കേട്ടോ, കാറ്റലോഗിൽ അപ്ഡേഷൻ ചെയ്യാം. അപ്പോൾ ഇത് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക. പിന്നെ നമ്മൾ സെൻട്രൽ ലോക്കറ്റ് വരുന്ന പാലക്കയുടെ ബിഗ് ലോക്കറ്റ് ഒന്നും എത്തിയിട്ടില്ല, അതുപോലെ പീസായിട്ട് എടുക്കുന്നൊന്നും എത്തിയിട്ടില്ല. കാരണം അതെത്താൻ ഒരു 4 ദിവസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് അപ്പോൾ പർച്ചേസ് ചെയ്യാം. പക്ഷേ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാകണമെന്നില്ല, വന്നാൽ പെട്ടെന്ന് തന്നെ തീരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റ് അടച്ച് നമ്മൾ മാറ്റി വെക്കുന്നതാണ്. അല്ല, പേയ്മെൻറ്റ് അടക്കാതെ എന്നാൽ അടുത്തുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ചേർന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്. വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക കേട്ടോ. ഇതതിൻ്റെ വൈറ്റ് തന്നെയാണ് കേട്ടോ. വൈറ്റ് ഞാൻ പൊട്ടിച്ചതാണ്, വൈറ്റ് തന്നെയാണ് കണ്ടോ, വൈറ്റിലും ഇത് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ വന്നിട്ടാണ് നമുക്ക് പാലക്ക സെറ്റ് കേട്ടോ. പാലക്കയുടെ നമുക്കിതാ മെറൂണും പിന്നെ ഗ്രീനുമാണ് വന്നിട്ടുള്ളത്. ബ്ലൂ എത്തിയിട്ടില്ല കേട്ടോ. ഗ്രീൻ അല്ല, മെറൂണും ബ്ലൂ ആണ് എത്തിയിട്ടില്ല, ഗ്രീൻ എത്തിയിട്ടില്ല കേട്ടോ. പക്ഷേ 2 ടൈപ്പ് പാലക്ക സെറ്റ് പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. 2 ടൈപ്പ് പാലക്ക സെറ്റ് ഉണ്ട്. ഇതാണ് ഇത് ഇതുമ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. RR ട്രേഡേഴ്സ് മൈക്രോ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിന് വ്യത്യാസം എന്താ വെച്ചാൽ ഞാൻ കാണിച്ചുതരാം. ഇത് ഗ്രീൻ ഉണ്ട് കേട്ടോ. ഇത് ഗ്രീൻ ഒരു 6 ബോക്സോളൊക്കെ ഉണ്ട്. 6 അല്ല 9 ബോക്സോളം ഗ്രീൻ ഉണ്ട് കേട്ടോ. 9 ബോക്സോളം ഗ്രീൻ ഉണ്ട്. പക്ഷേ മെറൂണ് കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ് ഇത്. ഇത് കാണിച്ചു തരാം എങ്ങനെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ, അത് കാണിച്ചു തരാം. ഇത് കണ്ടാലും നമുക്ക് വ്യത്യാസം മനസ്സിലാവില്ല. കണ്ടോ, ഇതേ സെയിം സാധനം തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഈ പാലക്കയുടെ ഈ ടൈപ്പ് ലീഫുകൾ ഉണ്ടാവുമല്ലോ, ലീഫ് നോക്കിയാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഇത് കുറച്ച് കട്ടി കുറവുള്ള പോലെയാണ് കേട്ടോ. പക്ഷേ കട്ടി കുറവ് വെച്ചാൽ ഇത് കുറച്ച് ഇങ്ങനെ ഈ ടൈപ്പാണ് വന്നിട്ടുള്ളത്, കുറച്ച് വീതിയുള്ള ടൈപ്പ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് കരുതുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ പറയുന്നത്, മുഴുവനായിട്ട് കാണാൻ പറയുന്നത്, എന്തൊക്കെ ഇതിൽ ഡിഫറൻറ്റ് മനസ്സിലാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നിങ്ങൾ ഗ്രീൻ ഓർഡർ ചെയ്യുമ്പോൾ അത് ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്താ പുതിയ മോഡലിന് ചോദിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ പറയുന്നത്. കണ്ടോ, ഇത് കുറച്ച് ചെറുതായ ടൈപ്പാണ് വരുന്നത്. സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറുതെന്ന് പറയാം, പക്ഷേ ഇത് കുറച്ച് കട്ടിയിൽ ഉണ്ടായത്, ഇത് കട്ടി കുറവാണ്. സെയിം റേറ്റ് തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതേ റേറ്റ് തന്നെ അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സെയിം റേറ്റ് തന്നെ എൻ്റെ കയ്യിൽ നിന്ന് അവർ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഒന്നുകൂടി ഇതുപോലെ മൈക്രോ ഒന്ന് കാണിക്കുന്നുണ്ട്. ഇത് അത്ര കാണിക്കുന്നില്ല, പക്ഷെ എന്നാലും ഇത് ഫെയ്ഡ് ആയിട്ടൊന്നുമില്ല. ഞാൻ കുറേ മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ് ഈ ഒരു ഐറ്റം. ഇതിൽ ഗ്രീന് അത് ഫെയ്ഡൊന്നും ആയിട്ടില്ല. 2-3 പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചതാണ്, ഇതുവരെയും ഫെയ്ഡ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ബാക്ക് ത്രെഡൊന്നും വരുന്നില്ല, ബാക്ക് ചെയിനോ ബാക്ക് ത്രെഡൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് മെറൂൺ ആകെ 4 ബോക്സേ മെറൂൺ വന്നിട്ടുള്ളൂ. 1 2 3 4 5 ബോക്സ് മെറൂൺ വന്നിട്ടുള്ളൂ. ഗ്രീന് നമുക്ക് എന്താ പറയുക ഒരു 9 പീസോളം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബ്ലൂ ആണുള്ളത്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാൻ നോക്കുക. അപ്പോൾ ഇതിൻ്റെ റേറ്റുകളും നമ്മൾ പാലക്കയുടെ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ ആദ്യം ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ, അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ള ന്യൂ ഐറ്റംസ് ആയിട്ട് വന്നിട്ടുള്ള നമുക്ക് ഇത് നമ്മൾ 5 രൂപക്ക് 4 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് വലുതാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഇതിന് 6 രൂപയാണ് ഒരു പീസിന് വരുന്നത്. ഇത് മൾട്ടി കളർ മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇത്ര വലിയത് മൾട്ടി കളർ വന്നിട്ടുണ്ടായിരുന്നില്ല, വൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് മൾട്ടി കളർ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു പീസിന് 6 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇനിയുള്ളത് 4 ഹോൾ കുന്തൻ സ്റ്റോൺ ആണ് കേട്ടോ. 4 ഹോൾ നമുക്ക് ആദ്യം ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരുന്നു, പക്ഷേ വൈറ്റൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ വൈറ്റ് ഉണ്ട്, അതുപോലെ റെഡ് ഉണ്ട്, പിന്നെ ഗ്രീന് വന്നിട്ടുണ്ട്, അതുപോലെ പർപ്പിൾ കേട്ടോ. പർപ്പിൾ ഞാൻ 1-2 പ്രാവശ്യം എടുത്തിട്ടുള്ളതാണ്. ഇതാണ് പർപ്പിള്, ഇതാണ് കേട്ടോ. പർപ്പിള്, ഗ്രീന്, വൈറ്റ്, ഇത്രയും റെഡ്, ഈ 4 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കിയിട്ടുള്ളത് തന്നെയാണ്. വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക. കാരണം ഇത് 2 ബോക്സ് ഉണ്ട്, പക്ഷേ അത് പെട്ടെന്ന് എൻ്റെ അടുത്ത് സ്റ്റോക്ക് തീരാറുണ്ട്. കാരണം എല്ലാവരും വൈറ്റ്, ഗ്രീന്, റെഡ് ഇതൊക്കെയാണ് ചോദിക്കൽ കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരാറുണ്ട്. വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാൻ നോക്കുക. പിന്നെ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഇനി മുതൽ ഞാൻ ഇത് പറയില്ല എന്നല്ലേ, റേറ്റ് പറയില്ല, അതൊന്നുമല്ല, വേറൊന്നുമല്ല. ഞാൻ ഇത് വെച്ചിട്ട്
ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് 100 രൂപക്ക് വിറ്റാലും ലാഭം തന്നെയെന്ന് പറഞ്ഞിട്ട് ഞാനത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ചെയിനാണ് ഈ സ്റ്റോണാണ് ഇത് നെക്ലസ്. പക്ഷേ എനിക്ക് വന്നിട്ടുള്ള സ്റ്റോൺ ഇതുമാണ്. ഉണ്ടല്ലോ, ഞാൻ രണ്ട് സ്ഥലത്തു നിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അന്ന് എനിക്ക് അവർ തന്ന റേറ്റിനനുസരിച്ചാണ് ഞാനിത് നിങ്ങൾക്ക് 125 രൂപയ്ക്ക് ഞാൻ അത് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് എനിക്ക് 125 പോയിട്ട് എനിക്കത് കിട്ടിയ റേറ്റ് ഉണ്ട്, ഞാൻ തന്നെ അന്തം വിട്ടു. അപ്പോൾ ഞാനിതിന് വല്ലാതെ ലാഭം എടുക്കുന്നില്ല, എനിക്ക് നഷ്ടം വരാം. ഞാൻ ഷിപ്പിംഗ് കൊടുത്തിട്ടല്ല എടുക്കുന്നത്, നഷ്ടം വരാത്ത രീതിയിലാണ് നമ്മളിതിന് റേറ്റ് ഇട്ടിട്ടുള്ളത്. അത് നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി റേറ്റ് കുറഞ്ഞ് വാങ്ങി ഇനി ഏതായാലും അവരെ കയ്യിൽ നിന്ന് ഞാൻ ഏതായാലും 3 ഹോൾ ഡബിൾ സ്റ്റോൺ എടുക്കുന്നില്ല. അതേതായാലും ഞാൻ തീരുമാനിച്ചു. കാരണം ഇത്ര റേറ്റ് ഉണ്ടാവും ഞാൻ അറിഞ്ഞില്ല. ഞാനാണ് 2 ബോക്സ് എടുത്തും ചെയ്തു. കാരണം എനിക്ക് ഫോട്ടോസ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ക്വാളിറ്റിയിൽ ഞാൻ പറഞ്ഞില്ലേ, ക്വാളിറ്റി ഉണ്ട്. കാരണം എനിക്ക് സാധാരണ നോർമലായിട്ട് വരുന്നതിലൊക്കെ ചിലപ്പോൾ പാക്കറ്റൊക്കെ ബോക്സൊക്കെ പൊട്ടിയിട്ടൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് അവർ ഈ ബ്ലാക്കൊക്കെ നല്ല പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ഇതിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണോ ഇനി ബാലൻസ്. പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ക്വാളിറ്റി വൈസ് നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് ക്വാളിറ്റി ഉണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ സ്ഥിരം വാങ്ങുന്ന അവർ പഴയ സ്റ്റോക്ക് ആയതുകൊണ്ടായിരിക്കും എനിക്ക് റേറ്റ് കുറച്ച് തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇവരെന്നെ പറ്റിച്ചു, ആരാണാവോ. ഏതായാലും നിങ്ങൾക്ക് വേണമെന്നുള്ളൊരു മെസ്സേജ് അയച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ മാല ഉണ്ടാക്കിയിട്ട് സെയിലാക്കിയിട്ടാണെങ്കിലും നമ്മൾ കൊടുക്കും. അല്ല, നമുക്ക് നഷ്ടത്തിന് കൊടുക്കാൻ വയ്യ കേട്ടോ. അതുകൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ ഇനി അതാ പറഞ്ഞത്, ഇനി മുതൽ നമ്മൾ റേറ്റ് പറയില്ല എന്ന് പറഞ്ഞത്. കാരണം അത് നമുക്ക് മിസ്റ്റേക്കാണ്. പിന്നെ നിങ്ങൾ ആ റേറ്റ് കണ്ടിട്ട് അന്ന് വീഡിയോയിൽ അത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് ചോദിച്ചു വരും. അപ്പോൾ നമ്മൾ കാറ്റലോഗിൽ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇനി മുതൽ നമ്മൾ കാറ്റലോഗിലായിരിക്കും ആഡ് ആയിക്കുക. അപ്പോൾ ഇതിൻ്റെയും തന്നെ നമുക്ക് കളേഴ്സ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ സ്കൈ ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, മെറൂൺ ഉണ്ട്. ഇത്രയും കളേഴ്സേ അവൈലബിൾ ഉള്ളൂ കേട്ടോ. വൈറ്റ് ഒരു 3-4 ബോക്സേ ഉള്ളൂ. അതുപോലെ ബ്ലാക്കും ഒരു 3-4 ബോക്സേ ഉള്ളൂ. പിന്നെ റെഡ്, പിന്നെ മെറൂണ്, പിന്നെ ഇതുപോലത്തെ ഒരു ബ്ലൂ കേട്ടോ. ഒരു സ്കൈ ബ്ലൂ ആണ്, നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് വീഡിയോ ലെങ്ത് ഉണ്ടാവുന്നില്ല കേട്ടോ. കാരണം അത്രയും ഐറ്റംസുകളുണ്ട് കാണിക്കാൻ. മോള് സൗണ്ട് ഉണ്ടാക്കല്ലോ കുട്ടി. ആൾക്ക് സുഖമില്ലാത്തതുകൊണ്ടേ ജലദോഷം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ തുമ്മലും ഇതാക്കലൊക്കെ ആയിട്ട് അവിടെ നിൻ്റെ ക്യാൻവാസ് എടുത്ത് കളിക്കുകയാണ്. അപ്പോൾ ഇതാ 2 സ്റ്റോൺ ആണ് കേട്ടോ. 2 ഹോളാണ്, 2 സ്റ്റോൺ അല്ല 2 ഹോളാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ഇതുണ്ട്. നമുക്ക് വന്നിട്ടുള്ളത് റെഡ്, ഗ്രീന്, മെറൂണ്, പിങ്ക്. ഇത്രയും 4 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് കേട്ടോ. പിങ്ക് ഉണ്ട്, മെറൂൺ ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഇതിൻ്റെ എന്താ പറയുക, വൈറ്റ് ഒന്നും സ്റ്റോക്കില്ല, അതുകൊണ്ട് അവർ എടുത്തിട്ടില്ല. ഇതും കുറഞ്ഞ സ്റ്റോക്കേ ഉള്ളൂ. ഒക്കെ ഒരു 3-4 ബോക്സേ ഉള്ളൂ കേട്ടോ. ഗ്രീനൊക്കെ കുറഞ്ഞ ബോക്സേ ഉള്ളൂ. വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാൻ നോക്കാമെന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം പിന്നെ എനിക്ക് സ്റ്റോക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ക്യാഷ് ഇല്ലാഞ്ഞിട്ട് കൂടി ഇത്രയും 2 ബോക്സൊക്കെ എല്ലാം വെച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് വന്നിട്ടുള്ളതാണ് സ്പ്രിങ് ജംറിങ്സ്. ഇത് മൈക്രോ ആണ്, പ്ലേറ്റഡ് ആണ്. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. ഇത് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു, ഇത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്തി. പിന്നെ ഒരു കാര്യം, ഈ ഒരു സാധനം സത്യം പറഞ്ഞ് ഞാൻ അത് ഫോട്ടോ കണ്ടിട്ട് എനിക്ക് 1-2 പേര് എനിക്ക് ഫോട്ടോ വിട്ട് തന്നിട്ടുണ്ട്. ഇതുണ്ടോ ഇതുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഉപയോഗം അറിയില്ല. ഇതെങ്ങനെയാണ് യൂസ് ആക്കണമെന്ന് തന്നെ അറിയില്ല. ഞാൻ യൂസ് ആക്കിയിട്ട് ചില ആൾക്കാർക്ക് ഇത് അറിയാം, ചില ഐറ്റംസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് അറിയാമായിരിക്കും ഇതെന്തിനാ. പക്ഷേ ഇത് 2 ടൈപ്പ് വരുന്നുണ്ട്. എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഇതാ നോക്കൂ, ഇതായത് ഇങ്ങനെയും വന്നിട്ടുണ്ട്, പിന്നെ ഇതിങ്ങനെയും വന്നിട്ടുണ്ട്. ഇതെന്താ സംഭവം സത്യത്തിൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് എന്താ യൂസ് ആക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പേരും എനിക്കറിയില്ല. ഞാൻ ഫോട്ടോസ് അവർക്ക് അയച്ചു കൊടുത്താണ്, അവർ എനിക്ക് അയച്ചതാണ്. അപ്പോൾ ഇതിങ്ങനെ പാക്കറ്റായിട്ടായിരിക്കും കേട്ടോ. ഇത് എത്രയാണ് 5 ഗ്രാമാണ് അവർ എഴുതിയത് കേട്ടോ. 5 ഗ്രാം തന്നെ തോന്നുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ട്. ഇങ്ങനെ പാക്കറ്റായിട്ടായിരിക്കും. ഇത് കുറഞ്ഞ 12 പാക്കറ്റേ ഉള്ളൂ കേട്ടോ. ഇത് ജോഡി ആയിട്ടാണോ, ഇത് എങ്ങനെയാണ് യൂസ് ആക്കൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇതെന്താ സംഭവം എന്നറിയില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്തും. ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ തപ്പിപ്പിടിച്ച് ഗൂഗിളിൽ നോക്കട്ടെ കേട്ടോ, എന്നിട്ട് ആഡ് ആക്കാം. ഒരു പാക്കറ്റായിരിക്കും കൊടുക്കുന്നത് കേട്ടോ. പിന്നെ പിന്നൊരു കാര്യം പറയാനുള്ളത്, അതുപോലെ തന്നെ നമ്മളെ പാദസരത്തിൻ്റെ ഹുക്ക് നമ്മൾ ഇതുവരെയും കൊടുത്തുകൊണ്ടിരുന്നത് ജോഡിക്ക് 15 രൂപയാണ്. ഇനി മുതൽ ജോഡിക്ക് 15 അല്ല 18 ആയിരിക്കും. കാരണം റേറ്റ് അവർ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ സാധാരണ എടുക്കുന്ന സിൽവറിനെക്കാട്ടിലും നല്ലൊരു സിൽവറാണ് കേട്ടോ. നല്ലൊരു സിൽവർ, നല്ല ക്വാളിറ്റി ഉള്ള സിൽവറാണ്. ഇതാണ് ഇതിൻ്റെ അടുത്ത് പഴയ സ്റ്റോക്ക് ഉള്ളത്. ഇനി ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ആകുമ്പോഴത്തേന് പോകും. കാരണം 2 പേര് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, 4 പേരൊക്കെ വെച്ചിട്ട്. അപ്പോൾ എന്താ കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഫേഡ് മനസ്സിലാവുന്നുണ്ടല്ലോ, കാണുന്നുണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഇതാണ് കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മൾ 15 രൂപയ്ക്ക് ഒരു ജോഡിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി മുതൽ 18 രൂപയായിരിക്കും ഒരു ജോഡിക്ക് വരുന്നത് കേട്ടോ. കാരണം കടക്കാരോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കുറച്ച് റേറ്റ് കൂടുതലാണല്ലോ അവർ ചോദിച്ചപ്പോൾ ഞങ്ങൾ തന്നെ 20 രൂപയ്ക്കാണ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എത്ര രൂപയ്ക്കാണ് കൊടുക്കണമെന്ന് അവർ എന്നോട് ചോദിച്ചു. നിങ്ങളായതുകൊണ്ടാണ്, നിങ്ങൾ പിന്നെ ബൾക്കായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് റേറ്റ് കുറച്ച് തന്നത്. അപ്പോൾ അതിന് എനിക്ക് റേറ്റ് കുറച്ചുമ്പോൾ ഞാനും ഒരു 2 രൂപയെങ്കിലും ആഡ് ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നഷ്ടം വരും. കാരണം ഞാനും ഷിപ്പിംഗ് കൊടുത്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ജോഡിക്ക് ഇനി മുതൽ 18 രൂപയായിരിക്കും. ഓക്കെ. പിന്നെ വന്നിട്ടുള്ളത് പാദസരത്തിൻ്റെ വീടെത്തിയിട്ടുണ്ട്. ഇത് ഒരു 2-3 ആഴ്ച ഒരാൾ എനിക്ക് കസ്റ്റമർ പേയ്മെൻറ്റ് അടച്ചിട്ട് കാത്തിരിക്കുകയാണ് ഈ പാദസരത്തിന് വേണ്ടിയിട്ട് കേട്ടോ. ഇത് എത്തിയിട്ടുണ്ട്. അവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് മെസ്സേജ് അയക്കണേ. പിന്നെ അതുപോലെ നമ്മളടുത്ത് റെഡ് ഒപ്പൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, അത് എത്തിയിട്ടുണ്ട്. സിൽവർ ചക്കിരി എത്തിയിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ പോളന് തീർന്നിട്ടുണ്ടായിരുന്നു, അത് എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പീസ് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റമർ, ഇനി ഇത് വരുമോ എന്നുള്ളത്. ഇത് ഇത്രേ വന്നിട്ടുള്ളൂ കേട്ടോ. ആ ആൾ ആരാന്നില്ല വെച്ചാൽ ഒന്ന് ഇങ്ങോട്ട് മെസ്സേജ് അയക്കണേ. ഇത് മാത്രമേ 2 പാക്കറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലാർക്കെങ്കിലും ഏതെങ്കിലുമൊക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. വാട്സപ്പിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് വിടുക. ഏതൊക്കെയാണ് വേണ്ടത് വെച്ചാൽ, അല്ലാന്നുണ്ടെങ്കിൽ എത്ര പീസാണെന്നുള്ളതൊക്കെ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാറ്റലോഗിൽ ആഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ.